നമസ്കാരം. ഞാൻ സജീഷ് കുത്തനൂരാണ്. പാലക്കാടൻ കർഷക മുന്നേറ്റത്തിൻ്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ നമ്മൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് രഘു മാത്തൂർ, അദ്ദേഹത്തിന് സ്വതന്ത്രമായി ഒരു രാഷ്ട്രീയമില്ലാത്ത തരത്തിൽ കർഷകൻ എന്ന നിലയിൽ ഒരു സ്വതന്ത്ര കർഷക സംഘടനയുടെ ഭാഗമായി ആണ് ആൾ മത്സരിക്കുന്നത്. നിൽക്കാനുള്ള കാരണം, തെരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനകൾ എല്ലാം തന്നെ ഇവിടുത്തെ കർഷക സമരങ്ങൾ നിരവധി നടക്കുന്നുണ്ട്. ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ താൽക്കാലികമായി മാത്രമാണ് ഇവിടുത്തെ കർഷക പ്രക്ഷോഭങ്ങളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്ഥിരമായി നെൽകർഷകനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പ്രതിസന്ധികളാണ്. നെല്ല് സംഭരണത്തിലെ അപാകതകൾ, ഇതെല്ലാം ഇവിടുത്തെ നെൽകർഷകരായ കർഷകർക്ക് കൃത്യമായിട്ട് അറിയാം. ഈ പറയുന്നതിൻ്റെയും അപ്പുറമാണ് നമ്മൾക്ക് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും വലിയ തകർച്ചയാണ് നെൽകർഷകർ പോയിക്കൊണ്ടിരിക്കുന്നത്. നെല്ല് കൊയ്ത്ത് കഴിഞ്ഞാൽ 1-2 മാസം കഴിയണം നെല്ലെടുത്ത് പോകണമെങ്കിൽ. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ, ഫീൽഡ് ഓഫീസർമാരുടെ വരുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരുപാട് പ്രതിസന്ധികളാണ്. അതേപോലെ തന്നെ പുതിയൊരു വിഷയം ഇവിടെ നടക്കുന്നത് കോപ്പറേറ്റീവ് ബാങ്ക് മുഖാന്തരമാണ് ഇപ്പം പൈസ ആ അക്കൗണ്ടിലൂടെയാണ് കർഷകർക്ക് നെല്ലിൻ്റെ പൈസ വരുന്നത്. അത് തന്നെ വലിയൊരു അടി കർഷകർക്ക് വരാൻ ഒരുപാട് സാധ്യതയുണ്ട്. എന്താണ് പറഞ്ഞാൽ, വായ്പകൾ എടുത്തുകൊണ്ടാണ്, പ്രത്യേകിച്ച് കോപ്പറേറ്റീവ് ബാങ്കുകളിലാണ് നിന്നാണ് പ്രാദേശികമായ നെൽകർഷകർ വായ്പ എടുത്തിട്ടാണ് ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ വായ്പ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടവ് പറയുമ്പോൾ മാസങ്ങളോളം കഴിയുമ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് പലിശയും കൂട്ടുപലിശയും പിഴപ്പലിശയും ഉണ്ടാവും. ചിലപ്പോൾ ഈ സീസണിലെ പൈസ അടുത്ത സീസണിൽ പലിശയും മുതലും അടയ്ക്കാൻ പറ്റാത്ത സ്ഥിതിയാണ്. അപ്പോൾ ഈ അക്കൗണ്ടിലൂടെ അക്കൗണ്ടിലൂടെ കോപ്പറേറ്റീവ് ബാങ്കിലൂടെ പൈസ വരുമ്പോൾ പലിശയും പിഴപ്പലിശയും കൂട്ടുപലിശയും ആയിക്കഴിഞ്ഞാൽ ഈ നെല്ലിൻ്റെ പൈസ മുഴുക്ക ബാങ്കിലേക്ക് പോകുമ്പോൾ തിരിച്ച് മെച്ചം ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ്. അത് കഴിഞ്ഞുകൊണ്ട് ഈ പലിശ പിടിച്ചാൽ എന്തായാലും ഉറപ്പാണ്, എപ്പോഴായാലും പൈസ പിടിക്കേണ്ടതല്ലേ പറഞ്ഞാൽ അവർ പൈസ പിടിച്ചു കഴിഞ്ഞു വെച്ചാൽ തിരിച്ച് കൃഷിക്കാർക്ക് അതിൽ നിന്ന് മെച്ചം ഉണ്ടാകും എന്നുള്ളത് സംശയമാണ്. ഇത് വലിയൊരു ട്രാപ്പാണ്. ഇത് കർഷകരോട് ചെയ്യുന്ന ദ്രോഹമാണ്. കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ ബാങ്ക് തന്നെയാണ്, പലിശ കൊടുക്കേണ്ടത് തന്നെയായിരിക്കും. പക്ഷേ കർഷകരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികം ഭയങ്കര ഭീമമായ വലിയ ബാധ്യതയാണ്. ഇത് കുറച്ച് പേർക്കൊക്കെ മറ്റു വരുമാനങ്ങൾ ഉണ്ടാവും. നെൽകൃഷി കൊണ്ട് മാത്രം ഉപജീവന മാർഗം നടത്തുന്ന കർഷകരാണ് പാലക്കാട് ജില്ലയിൽ. ആ കർഷകർക്ക് ഇത് തിരിച്ചടിയാണെന്നുള്ളതിൽ ഒരു സംശയമില്ല. രഘുവേട്ടനെ പോലെ ഒരാൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ എന്ത് കാരണം എന്ന് വെച്ചാൽ, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സംഘടനയോടുള്ള വിശ്വാസം കർഷകർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിന് ഒരു പ്രതിഷേധമായിട്ടുള്ള ഒരു പ്രതീകാത്മക പ്രതിഷേധമാണ് ഈ തെരഞ്ഞെടുപ്പിന് നിൽക്കാനുള്ള, രഘുവേട്ടൻ്റെ മത്സരിക്കാനുള്ള കാരണം. അത് കർഷകർക്ക് തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഇത് വെറുത്തിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ വെറുപ്പ് ഉണ്ടായ കർഷകരുണ്ട്. അവരിൽ നിന്ന് ഉയർന്നു വന്നതാണ് സ്വതന്ത്രമായിട്ടുള്ള മത്സരിക്കാനുള്ള തരത്തിൽ നമ്മൾ പ്രതിഷേധിക്കണമെന്ന് പല കർഷകരും പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് രഘുവേട്ടൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ട്രേഡ് യൂണിയൻ നിലവിലുണ്ട്. ഓരോ പാർട്ടിൻ്റെയും ട്രേഡ് യൂണിയൻ ഉണ്ട്. ആ ട്രേഡ് യൂണിയനിൽ അവരുടെ ഒരു ആവശ്യം വരുമ്പോൾ ഇവിടുത്തെ 3 ട്രേഡ് യൂണിയൻ്റെ ആളുകളും ഒറ്റക്കെട്ടായി അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിക്കുന്നുണ്ട്. പക്ഷെ കർഷക വിഷയങ്ങളിൽ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കർഷകരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, കർഷകരെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വിഷയങ്ങളുണ്ടായിട്ടും ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ കർഷക സമരം തന്നെ കപട കർഷക സ്നേഹമാണ്. അതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അതിന് ആ കപട കർഷക വിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഈ സ്വതന്ത്രമായിട്ട് കർഷകന്റെ ഒരു പ്രതിഷേധമാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം സപ്ലൈക്കോയിൽ ഒറ്റയാൻ ഒരാൾ വന്ന് സമരം ചെയ്തു, നെല്ലെടുത്തില്ല പറഞ്ഞിട്ട്. അതുപോലെ നിരവധി ഒറ്റയ്ക്ക് പീഡനങ്ങൾ ഏൽക്കുന്ന ഒരുപാട് കർഷകരുണ്ട്. എല്ലാവർക്കും പ്രതിഷേധിക്കാൻ കഴിയില്ല. ചില ആളുകൾക്ക് വെളിക്ക് വരാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നെല്ല് സംഭരണത്തിൽ പാളിച്ച പറഞ്ഞു വെച്ചാൽ പറയുന്നതിനും പ്രസംഗിക്കുന്നതിൻ്റെയും അപ്പുറം ഭീകരമാണ് മാനസികവും സാമ്പത്തികവും കൊണ്ട് കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. തൊഴിലാളി ക്ഷാമമാണെങ്കിൽ ശരി, സമയബന്ധിതമായിട്ട് യന്ത്രോപകരണങ്ങൾ വരാതെ, ട്രാക്ടർ ആണെങ്കിലും കൊയ്ത്ത് മെഷീനാണെങ്കിലും സമയത്ത് വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുണ്ട്.
നെല്ലുണക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട്, തൊഴിലാളികൾ കിട്ടാണ്ട് ബുദ്ധിമുട്ട് ചോദിച്ചു. അങ്ങനെ നിരവധി ഭീകരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടത് അവരുടെ ബാധ്യതയാണ്. വോട്ട് വാങ്ങാൻ മാത്രം പോരാലോ, ഇത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ ഇവിടുത്തെ കർഷക സംഘടനകൾ എന്തുകൊണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു? പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം ഉണ്ടാകുന്ന സമരം മാത്രം മതിയോ? അല്ലാതെ സ്ഥിരമായി ഇവിടുത്തെ കർഷക പ്രസ്ഥാനങ്ങൾക്ക് കർഷകന്റെ ഭാഗത്ത് നിൽക്കേണ്ടതില്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത്.